ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 25-ാം അധ്യായത്തിൽ ജൂബിലി, മഹാജൂബിലിയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. 26-ാം അധ്യായത്തിൽ ദൈവത്തെ അനുസരിച്ച്, അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് ഇസ്രായേലിന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വാഗ്ദാനമാണ് ദൈവം ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നു, എൻ്റെ കൽപ്പനകളെ അനുസരിച്ചാൽ യഥാകാലം മഞ്ഞും മഴയും വിളവുകളും ഒക്കെ നിങ്ങൾക്ക് വർദ്ധിക്കും, വൃക്ഷങ്ങളൊക്കെ നല്ലതുപോലെ ഫലം നിങ്ങൾക്ക് നൽകും. നിങ്ങൾ കറ്റ മെതിക്കാൻ ആരംഭിച്ചാൽ മുന്തിരിപ്പഴം അത് പറിക്കുന്ന, അതിൻ്റെ ഫലമെടുക്കുന്ന കാലം വരെയും മെതിച്ചാലും അത് തീരാത്ത പോലെ വിളവ് നിങ്ങൾക്കുണ്ടാകും. മുന്തിരിപ്പഴം നിങ്ങൾ പറിക്കാൻ തുടങ്ങിയാൽ, അതിൻ്റെ ഫലമെടുക്കാൻ തുടങ്ങിയാൽ കറ്റ കൊയ്യുന്ന കാലം വരെയും അത് നീണ്ടു നിൽക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിളവെടുപ്പ്. അത്രമാത്രം സമൃദ്ധി നിങ്ങളുടെ അധ്വാന ഫലത്തിന് ദൈവം നിങ്ങൾക്ക് നൽകും. ഭൂമി നിങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിക്കും. കാരണം പ്രപഞ്ചം ദൈവത്തിൻ്റേതാണ്. ദൈവത്തെ അനുസരിക്കുന്നവരെയാണത് അനുഗ്രഹിക്കുന്നത്. അപ്പം ആവശ്യത്തിന് ഭക്ഷണവും സുരക്ഷിതത്വവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ദുഷ്ടമൃഗങ്ങൾ പോലും നിങ്ങളെ ഭയപ്പെട്ട് ഓടിപ്പോകും. 5 പേർ 100 പേരെയും 100 പേർ 10,000 പേരെയും ഓടിക്കുവാൻ തക്കവണ്ണം ശക്തരായിട്ട് തീരും. മറ്റെല്ലാ മനുഷ്യരും മൃഗങ്ങളും എല്ലാം നിങ്ങളെ ഭയപ്പെടുന്നതായ സാഹചര്യമുണ്ടാകും. ഒരു അനുഗ്രഹം, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു പെരുകും. ദേശത്ത് നിങ്ങൾക്ക് വളരെയേറെ വർധനവ് ഉണ്ടാകും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ധാന്യം നിറയ്ക്കുമ്പോൾ നിങ്ങളുടെ കളപ്പുരകളിൽ നിന്ന് പഴയത് നീക്കി പുതിയത് നിറയ്ക്കുന്ന സാഹചര്യം. പഴയത് തീർന്നു പോയിട്ടല്ല, പഴയത് തീരുന്നതിന് മുൻപ് പുതിയത് നിങ്ങൾ ധാന്യം നിറയ്ക്കത്തക്കവണ്ണം, പഴയത് നീക്കി പുതിയത് നിറയ്ക്കത്തക്കവണ്ണം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാ രീതിയിലും, കൃഷി സംബന്ധമായും അല്ലെങ്കിൽ മറ്റാളുകൾ സംബന്ധമായും എല്ലാ രീതിയിലുള്ള ആ വലിയ സന്തോഷവും സമാധാനവും നിങ്ങൾക്കുണ്ടാകും. എന്നിട്ട് അവസാനം പറയുന്ന ഇതാണ്, എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിക്കും. അങ്ങനെ ഇതിൻ്റെ 2-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ ദൈവം കൊടുക്കുന്ന വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ നിങ്ങൾ നിരസിച്ചാൽ, ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഇനി ലഭിക്കാൻ പോകുന്ന ശിക്ഷകളാണ് 14-ാം വാക്യം മുതൽ 39-ാം വാക്യം വരെ നമ്മൾ വായിക്കുന്നത്. അവിടെ പറയുന്നു, എന്നെ അനുസരിക്കാതിരുന്നാൽ അനുഗ്രഹത്തിന് വിരുദ്ധമായി നിങ്ങൾക്ക് ശിക്ഷകളും കെടുതികളൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. പകർച്ചവ്യാധികൾ നിങ്ങളെ ബാധിക്കും. നിങ്ങൾ കൃഷി ചെയ്താൽ അതിന് ഫലം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ശത്രുഭീതി നിങ്ങൾക്കുണ്ടാകും. ജീവനാശം നിങ്ങൾക്കുണ്ടാകും. ശത്രുക്കൾ നിങ്ങളെ ഭരിക്കും. നിങ്ങൾ ദേശം വിട്ട് ഓടേണ്ടി വരും. അപ്പം 7 ഇരട്ടി ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കാനത് കാരണമായിട്ടേ തീരും. പിന്നെ പറഞ്ഞു, അധ്വാന ഫലം നിങ്ങൾക്കില്ലാതാവും. ഞാൻ അനുഗ്രഹം പറഞ്ഞപ്പോൾ പറഞ്ഞത് ഭൂമിയൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹം നൽകുമെന്നാണ്. നിങ്ങളിനി അധ്വാനിച്ചാൽ പോലും ഫലമില്ലാതാകും. ആകാശം ഇരുമ്പ് പോലെയും ഭൂമി പിത്തള പോലെയും ആയിട്ട് തീരും. കാരണം നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ മേലാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ മഴ പെയ്യാത്തൊരു സാഹചര്യം, പ്രകൃതി പോലും നിങ്ങൾക്ക് വിരുദ്ധമായിട്ട് തീരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷ 7 ഇരട്ടിയായിട്ട് ആ ശിക്ഷകൾ വർദ്ധിക്കും. അത്രമാത്രം കഠിനമായ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. വന്യമൃഗങ്ങൾ നിങ്ങളുടെ കൃഷിയും നിങ്ങളുടെ മൃഗസമ്പത്തും ഒക്കെ അങ്ങ് നശിപ്പിച്ച് കളയും. ആ വന്യമൃഗങ്ങൾ മുഖാന്തരവും ശത്രുക്കൾ മുഖാന്തരവും നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ എണ്ണം കുറയും. നിങ്ങൾ ധാരാളം ആളുകൾ മരിക്കേണ്ട സാഹചര്യമുണ്ടാവും. അതുപോലെ തന്നെ പാപം ചെയ്യുന്നവന് 7 ഇരട്ടി ശിക്ഷ ഞാൻ നൽകുന്ന സാഹചര്യമുണ്ടാകും. നിങ്ങളുടെ അപ്പത്തിൻ്റെ അളവുകളൊക്കെ കുറഞ്ഞു പോകും. പിന്നെ പറയുന്ന, ദേശം വിജനമാകും. മൃതശരീരം ഭക്ഷിക്കേണ്ട അവസ്ഥ വരെ നിങ്ങൾക്കുണ്ടാകും. അത്രമാത്രം ദാരിദ്ര്യവും
അത്രമാത്രം അരക്ഷിതാവസ്ഥയും നിങ്ങളുടെ ഇടയിൽ സംജാതമാകും. ആരും ഓടിക്കാതെ നിങ്ങൾ ഓടും, കാരണം ശത്രുഭീതി മുഖാന്തരം. അപ്പം ജനതകളുടെ ഇടയിൽ നിങ്ങൾ ഇല്ലാതായിപ്പോവും, അറ്റുപോകും. ഇതാണ് ദൈവം കൊടുക്കുന്നതായ ശിക്ഷ. അപ്പം അനുഗ്രഹവും ശിക്ഷയും രണ്ടും ഈ അധ്യായത്തിൽ പറയുന്നു. ഇനി അതിൻ്റെ 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയാണെങ്കിലും നിങ്ങൾ അനുദപിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ എങ്ങനെയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. നിങ്ങൾ അങ്ങനെ ഒരു അനുതാപം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവുകയാണെങ്കിൽ, ഞാൻ അബ്രാഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഞാൻ ഓർക്കും. കാരണം അവർ മുഖാന്തരം ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതായ ഒരു വലിയ ജനതയാണ്. അവരെന്നെ അനുസരിച്ചവരും എനിക്ക് വിധേയപ്പെട്ട് ജീവിച്ചവരുമാണ്. അവരോട് ചെയ്ത ആ ഉടമ്പടി ഞാൻ ഓർക്കും. അതായത് നിങ്ങൾ ശത്രുദേശത്തായിരിക്കുമ്പോൾ തന്നെ ആ ഉടമ്പടിയെ ഞാൻ ഓർക്കുകയും നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇതാണ് മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്. ഒന്ന്, അവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച ആളുകളുടെ അനുഗ്രഹം. രണ്ടാമത്, അനുസരിച്ചില്ലെങ്കിലുള്ളതായ ശിക്ഷാവിധി. 3, ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വന്നാലും അനുതാപം അവർക്കുണ്ടാകുന്നെങ്കിൽ വീണ്ടും ദൈവം അവരെ സ്നേഹിക്കുന്ന, കരുതുന്ന പൂർവ്വപിതാക്കന്മാരെ ഓർത്ത് ദൈവം അവരെ സംരക്ഷിക്കുന്ന സാഹചര്യം. ഇത് നമ്മുടെ പുതിയ ജീവിതവുമായി നമുക്ക് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ പ്രപഞ്ചമൊക്കെ നമുക്കിന്ന് അനുകൂലമാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ പ്രപഞ്ചം നമുക്കെതിരാവും. കായേനോട് യഹോവയായ ദൈവം പറഞ്ഞറിയാമല്ലോ, ഹാബേലിനെ കൊന്നപ്പോൾ പറഞ്ഞത്, ഭൂമി ഇനി മേലാൽ തൻ്റെ വീര്യം നിനക്ക് തരത്തില്ലെന്ന്. കായേൻ ഭൂമിയോട് ഒരു തെറ്റും ചെയ്തില്ല, പക്ഷെ അവന് എതിരായത് ഭൂമിയാണ്. അവൻ കൃഷിക്കാരനാണ്. ഭൂമി അതിൻ്റെ വീര്യം അവന് കൊടുക്കാത്ത സാഹചര്യം. ഇതുപോലെയാണ് നമ്മൾ ദൈവവുമായുള്ള ഒരു വലിയ ബന്ധത്തിലായിരിക്കുമ്പോൾ ഈ പ്രപഞ്ചവും മനുഷ്യനും സകല ജീവജാലങ്ങളും നമുക്ക് അനുകൂലമായിരിക്കുന്ന സ്വർഗീയമായ ഒരു അനുഭവം നമുക്കുണ്ടാകും. അതാണ് വരാനുള്ള ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശ. അത് ഏദനെന്ന പർദീസായിൽ ദൈവവും മനുഷ്യനും മൃഗങ്ങളും ജീവജാലങ്ങളും ഒന്നായിരുന്നതുപോലെ ആ പർദീസായുടെ വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാനാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. കർത്താവിൻ്റെ ആ വരവിലത് സാധ്യമാണ്. അതിനുവേണ്ടി ഈ ഭൂമിയിൽ ഒരുക്കത്തോടെ ജീവിക്കുവാൻ, പാപം വിട്ടോടുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.